അപ്പോൾ ടെക്നിക്കൊക്കെ ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് സ്കാമാണ് റിയലാണോ? എന്തിന് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണും. ഓക്കെ, ഫുള്ള് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും കാര്യത്തിൽ കിടക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ റീലിനകത്ത് ഈ ഒരു ടാപ്പ് കോയിൻ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ യൂട്യൂബ് എടുത്താലും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റിയാണ് ഇഷ്ടംപോലെ വീഡിയോസ്, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്ന വീഡിയോസ് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി. അപ്പോൾ ഞാൻ ഇതേപോലെ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചു, ഇത് സ്കാമാണോ റിയലാണോ, എത്രത്തോളം സെക്യൂർ ആണ് ഈ കാര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഡൗട്ട് കാണും. ആ ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പരമാവധി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അത് എത്രത്തോളം സെക്യൂർ ആണെങ്കിലും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അത് ആരും ഇപ്പോൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്ന ഒരിക്കലും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു സ്കാം ആവാനുള്ളൊരു കാരണം പറഞ്ഞുതരാം. അത് ചെറിയൊരു എൻ്റെ ഒരു രീതിയിലുള്ള ചെറിയ റിസർച്ച് ഞാൻ കണ്ടെത്തിയ കാരണമാണ്. വേറെ ഒന്നുമല്ല, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ആരാണോ കണ്ടുപിടിച്ചത്, ആരാണിത് കൊണ്ടുവന്നത്, ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ആരാ, അന്നൊന്നും ആർക്കും അറിയത്തില്ല ഇതിനെപ്പറ്റി. പക്ഷേ അങ്ങനെ നമുക്ക് ഒരിക്കലും സ്കാമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ സംഭവം വന്ന സമയത്ത് ആർക്കും അറിയത്തില്ല ഇത് എവിടുന്ന് വന്നേ, ഇത് എങ്ങനെ, ആരാ ഡെവലപ്പേഴ്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ബിറ്റ്കോയിൻ ഒരു സ്കാം അല്ലായിരുന്നു. അതേപോലെ തന്നെ കൂടെ നമുക്ക് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി അറിയാമെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കൺട്രി റഷ്യയാണ്. അത്രമാത്രം നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ കാരണമായിട്ട് ഞാൻ റിയൽ ആണ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിയൽ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ എക്സ്ചേഞ്ച് എയർ ഡ്രോപ്പ് വരുന്നത് നമ്മുടെ ടോണുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലഗ്രാം ബേസ് ആയിട്ടുള്ള ചെറിയൊരു പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ആ ടോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ടോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരത്ര ഉഡായ്പ് കാര്യങ്ങൾ എടുക്കുന്ന ഒരു ടീമല്ല. ഓക്കെ, ഞാൻ എൻ്റെ റിസർച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ സ്കാമിനെ സപ്പോർട്ട് ചെയ്തില്ല. എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ അത് നമുക്കൊരിക്കലും പറയാൻ പറ്റുന്നില്ല എന്താണ് സ്കാമാണ് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ പിന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 കാരണം പറഞ്ഞു തരും. അതായത് ഒന്ന്, ഹാംസ്റ്റർ കോമ്പാക്റ്റിന് ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഈ ഒരു ബോട്ട് കാരണം നമ്മുടെ ഡേറ്റ എന്തെങ്കിലും ലോസ് ആയി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ഉത്തരവാദി ടെലഗ്രാം അല്ല. അപ്പോൾ അത് ഒരു ചെറിയൊരു ഒരു സ്കാമാണ് എന്ന് പറയാൻ വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തു വിടുന്നുണ്ട്. അത്രത്തോളം സെക്യൂർ ആണ്. അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞ കാര്യമോ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റി. ഓക്കെ, അതും ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെ ഡേറ്റ ലോസ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നിക്കും. അപ്പോൾ പിന്നൊരു സ്കാം അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അതായത് യൂട്യൂബും ട്വിറ്ററും, ഈ 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ് ഇവരിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതാണ് നമുക്കറിയാൻ പറ്റുന്ന 2 സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഇവരുടെ എന്തെങ്കിലും തെളിവെന്നുള്ളത്. ഓക്കെ, അതിൽ ഇവർ യൂട്യൂബിൽ ഏകദേശം 28 മില്യൺ സബ്സ്ക്രൈബറുകൾ ഇവർക്കുണ്ട്. അതേപോലെ നല്ല വ്യൂസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഏകദേശം 10 മില്യൺ അധികം ഫോളോവേഴ്സും ഉണ്ട്. ഓക്കെ, ഇത്രയും സോഷ്യൽ മീഡിയ ഒരു കമ്മ്യൂണിറ്റി ഒരു ബിൽഡ് ചെയ്തിട്ട് അവർ സ്കാമാണ് എന്ന് ഇതുവരെ നമുക്ക് ഡൗട്ട് അടിച്ചിട്ടില്ല. ഓക്കെ, അതായത് ഇവരുടെ ഓരോ വീഡിയോസിനും ഓരോ പോസ്റ്റിലും ഇവർ സ്കാം ആണെന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് പോലും ഓക്കെ ഇത് സ്കാമാണ് എന്ന് പറഞ്ഞ് ഇവരുടെ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഇത് സ്കാം ആണെന്ന്. അതുകൊണ്ടാണ് ഇത് സ്കാം അല്ല എന്ന് പകുതി പേരും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇത് സ്കാമാണെന്നല്ല എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവർ കുറേ ബിറ്റ്ഗെറ്റ് പോലത്തെയൊക്കെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്രീ മാർക്കറ്റിംഗ് തുടങ്ങി. തുടങ്ങിയപ്പോൾ ഇതിൻ്റെ വാല്യൂ വന്നത്, ഒരു ഹാംസ്റ്റർ കോയിൻ്റെ വാല്യൂ വന്നത് ഏകദേശം ഇന്ത്യൻ മണി ഏകദേശം 25 രൂപ. അതായത് ഡോളറിൽ നോക്കുമ്പോൾ എന്താ 0.00895 ആ ഡോളർ അത്രയും വാല്യൂ വന്നിട്ട് അത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നല്ലൊരു വാല്യൂ ഉണ്ട്. ഏകദേശം 25 രൂപ, ഏകദേശം 30 രൂപ ആ റേഞ്ചിനിടയ്ക്ക് വാല്യൂ വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചോണം, ഒരു ടോക്കണിൻ്റെ വില 30 രൂപ. നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് എടുക്കുക, ഒരു ടോക്കണിൻ്റെ വില 30 രൂപ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മണി ഏൺ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടണമെന്ന്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് പ്രോഫിറ്റ് പെർ ഹവർ ഇപ്പോൾ 1 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, ഏകദേശം 100K അത്രയും ഉണ്ടെങ്കിൽ ഒരു ടോക്കണിൻ്റെ വില 30 രൂപ ആണെങ്കിൽ ഏകദേശം ഇന്ത്യൻ കറൻസി വില വരുന്നത് ഏകദേശം വെറും 1 ലക്ഷം കോയിന് ഏകദേശം എത്ര കാണുമായിരിക്കും, 30 ലക്ഷം രൂപയാണ് വില വരുന്നത്. നിങ്ങൾ ആലോചിച്ച് ഏകദേശം 150 മില്യൺ ആൾക്കാരാണ് ഇതിപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം 90% ആൾക്കാരുടെ കയ്യിലും ഏകദേശം 1 മില്യനകത്ത് പ്രോഫിറ്റ് പെർ ഹവർ ഉണ്ട്. ഈ പറഞ്ഞ എൻ്റെ പോലും ഏകദേശം 6 ലക്ഷം കോയിനുണ്ടാകും പ്രോഫിറ്റ് പെർ ഹവർ ഉണ്ട്. ഓക്കെ, അത്രയും കോയിനുള്ളവരൊക്കെ എത്രത്തോളം ഏൺ ചെയ്യും നിങ്ങൾ ആലോചിക്കുക. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും നിങ്ങൾ ആലോചിക്കുക, ഒരാൾക്കൊക്കെ 1.5 കോടി രൂപ വെറുതെ ഫോൺ ഉപയോഗിച്ച് ഒരിക്കലും കൊടുക്കും തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഒരിക്കലും കൊടുക്കത്തില്ല. അങ്ങനെ അത് എത്രത്തോളം ജിനിന് വന്ന് എനിക്ക് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി. അതുകൊണ്ടാണ് ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടി ഞാനത് ഉത്തരവാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏകദേശം അല്ലേ ഒരാൾക്ക് 1.5 കോടി രൂപയൊക്കെ ഇങ്ങനെ, അതും ഫോൺ ഉപയോഗിച്ച് ടാപ്പ് ചെയ്തുകൊണ്ട്, അതൊരിക്കലും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ഇതിനകത്ത് ഇവരുടെ വില കുറഞ്ഞ് 2-3 ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നല്ല രീതിയിൽ വില കുറച്ച് കാണിച്ചു. അതായത് ഏകദേശം ഒരു ടോക്കൺ 1 രൂപക്കാലും വില കുറഞ്ഞ്
അത് പക്ഷേ ശകലം പോസിബിളാണ്. ഓക്കെ, കാരണം അത് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻ മാറാൻ ചാൻസ് ഉണ്ട്. പ്രോഫിറ്റ് അവർ മാത്രം ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും പുതിയൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ കൊണ്ടുവന്നിട്ട് അതനുസരിച്ചായിരിക്കും ഇവർ ഇപ്പോൾ ടോക്കൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ചെറിയൊരു എയർ ഡ്രോപ്പ് കൊടുക്കുന്നത്. മിക്കവാറും അതായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞ കാര്യമാണ്. പലരോടും ഹാംസ്റ്റർ കോമ്പാക്ട് ഞാൻ ചോദിക്കും, എന്തിനാ ഇത് ചുമ്മാ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അവരെന്തിനാ യൂസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചുമ്മാ ചോദിച്ചു, എന്തിനാ ബ്രോ ഹാംസ്റ്റർ കോമ്പാക്ട് ഇവർ ടാപ്പ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിന്ന് പ്രത്യേകിച്ച് പൈസ ഒന്നും പോകുന്നില്ല, പിന്നെ തന്നെ പേടിക്കുന്നത്, ചുമ്മാ ടാപ്പ് ചെയ്തേക്കാന്ന് എന്നാണ് അവർ ഉത്തരം പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ നിന്ന് പൈസ പോകുന്നത് മറ്റൊരു കാര്യം, ഭയങ്കര ഹ്യൂജ് എമൗണ്ട് വാല്യൂ ഉള്ളൊരു സംഭവം നിങ്ങൾ പോലും അറിയാൻ നഷ്ടപ്പെടുന്നുണ്ട്. അതൊന്നുമല്ല, നിങ്ങളുടെ ടൈമാണ്. ഓക്കെ, നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കളയരുത് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി. എനിക്ക് എത്ര പറയാനുള്ളൂ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പകുതി പേരും ഇത് ഇത്രത്തോളം ഒരുപാട് ഹൈപ്പ് കൊടുത്താണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. അത്ര ഹൈപ്പ് കൊടുക്കാൻ പാടില്ല ഹാംസ്റ്റർ കോമ്പാക്റ്റ്. നിങ്ങൾക്ക് അറിയാലോ, ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വില കുറഞ്ഞാൽ നിങ്ങൾ അത്രയും ഹൈപ്പ് കൊടുത്ത് നിങ്ങൾ വേസ്റ്റ് നിങ്ങൾക്ക് പിന്നെ തോന്നും. അപ്പോൾ അത് ഭയങ്കര വലിയ ഒരു മെൻ്റലി നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് പറയുന്നത്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ ഹൈപ്പ് കൊടുക്കാതിരിക്കുക, ഹോപ്പ് കൊടുക്കുക. ചിലർ എന്താണ് ഒരു KKBBB അത്രേ പറയാനുള്ളത്, കിട്ടി പോയാൽ പോയി. ഈ ഒരു സിനിമയെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബിരിയാണി കിട്ടിയാൽ എന്നുള്ള രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ഇതിനെ കണ്ടാൽ മതി. ഒരിക്കലും നല്ല രീതി ഹൈപ്പ് കൊടുത്ത് ഇതിനെ ഒറ്റ ദിവസങ്ങളും കോടീസിന് അവർ മില്യണർ ആവണമെന്ന് വിചാരിച്ച് നടന്നേക്കരുത്. ഓക്കെ, ചെറിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് അത്ര മനസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുത്തേക്ക്, അവരും അറിയത്തില്ലായിരിക്കും ഇത്ര കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആരോടും ഇപ്പോഴും പറയുന്നത്, ആരും നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം കയറുക. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് കയറാൻ വേണ്ടി, ഇത് യൂസ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന് കയറുക. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ബൈ.